നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാവർക്കും ഒന്ന് എണീറ്റ് വരാനൊക്കെ മടിയുള്ള ഒരു ദിവസം കൂടിയായിരിക്കും ഞായർ. എന്തായാലും എല്ലാവർക്കും ഒരു നല്ല ഞായറായിരിക്കട്ടെ, ഒരു ഹാപ്പി സൺഡേ ആശംസിക്കുകയാണ് ഇന്നത്തെ ദിവസം. അത് സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വാർത്തയെന്ന് പറയുന്നത് പാലക്കാട് ചിറ്റൂരിൽ നിന്നും ഒരു കുട്ടിയെ കാണാതായിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 24 മണിക്കൂർ പിന്നിടുകയാണ് കുട്ടിയെ കാണാതായിട്ട്. അതിനെപ്പറ്റിയുള്ള വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. ആദ്യം നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. ഭരണവിരുദ്ധ വികാരം തിരിച്ചടി എന്ന വിലയിരുത്തലുമായി CPM സെക്രട്ടേറിയറ്റ്. തിരുത്തൽ നടപടികൾ വേഗത്തിലാക്കാൻ നീക്കം. CPM സംസ്ഥാന സമിതിയും ഇടതുമുന്നണി യോഗവും ഇന്ന്. പാലക്കാട് 6 വയസ്സുകാരൻ സുഹാനെ കാണാതായിട്ട് 19 മണിക്കൂർ പിന്നിടുന്നു. ചിറ്റൂരിൽ നിന്ന് കുട്ടിയെ കാണാതായത് സഹോദരനുമായി വഴക്കിട്ടതിന് പിന്നാലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയുടെ ബന്ധം സ്ഥിരീകരിക്കാനാകാതെ SIT. മണിയുടെ മൊഴികളിൽ അടിമുടി വൈരുദ്ധ്യം. നോട്ടീസ് കിട്ടിയിട്ടും ഹാജരാകാതെ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ. ബംഗ്ലാദേശിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷം. നുഴഞ്ഞുകയറ്റ ശ്രമത്തിന്റെ പേരിൽ വീണ്ടും ഇന്ത്യക്കാരനെ കസ്റ്റഡിയിലെടുത്ത ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൽ കടുത്ത ആശങ്ക അറിയിച്ച് ഇന്ത്യ. ധാക്കയിൽ വൻ റോഡ് ഷോ നടത്തി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാൻ. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20യിൽ 4ാം മത്സരം ഇന്ന്. ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യ. കളി വൈകിട്ട് 7-ന് കാര്യവട്ടത്ത്. വാർത്തകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് പാലക്കാടേക്ക് തന്നെയാണ്. പാലക്കാട് ചിറ്റൂരിൽ 6 വയസ്സുകാരനെ കാണാതായി മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇരവങ്കാട് സ്വദേശി മുഹമ്മദ് അനസിന്റെയും സൗഹിദയുടെയും മകനായ സുഹാനെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്. കുട്ടി വീട്ടുമുറ്റത്തേക്ക് ഒറ്റയ്ക്കിറങ്ങുന്നത് പതിവായിരുന്നതിനാൽ കുട്ടിയെ കാണാനില്ലെന്ന വിവരം വീട്ടുകാർ വൈകിയാണ് അറിയുന്നത്. ചിറ്റൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഊർജിതമായ തെരച്ചിൽ തുടരുകയാണ്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, 19 മണിക്കൂർ പിന്നിടുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 24 മണിക്കൂറിനോട് അടുക്കുകയാണ്. ഇത്രയും നേരമായിട്ടും കുട്ടിയെപ്പറ്റി യാതൊരു തരത്തിലുള്ള വിവരവും ലഭിക്കുന്നില്ല അല്ലേ? ഇന്നലെ രാവിലെ മുതൽ കുട്ടി പുറത്ത് കൂട്ടുകാരുമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം 11 മണിയോടുകൂടി കുട്ടി തിരിച്ച് വീട്ടിലെത്തി സഹോദരനുമായി TV കാണുകയും അതിനുശേഷം സഹോദരനുമായി പിണങ്ങി പുറത്തേക്ക് പോയതുമാണ്. പുറത്തേക്ക് പോയി കുറെ സമയത്തിന് ശേഷം കുട്ടിയെ കാണാതായപ്പോൾ സഹോദരനും വീട്ടിലുണ്ടായിരുന്നത് മുത്തശ്ശിയും കുട്ടിയുടെ അമ്മയുടെ സഹോദരിയും സഹോദരന്റെ മക്കളും ഉണ്ടായിരുന്നു. അവർ കുറെ നേരം തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് അവർ ചിറ്റൂർ പോലീസിൽ അറിയിക്കുകയും പോലീസും ഫയർഫോഴ്സും വരും ഡോഗ് സ്ക്വാഡും വന്ന് സമീപത്ത് മുഴുവൻ തിരയുകയും നടന്നു. എന്നാൽ ഡോഗ് സ്ക്വാഡ് വന്ന് സമീപത്തുള്ള ഒരു കുളത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടുകാരും എല്ലാവരും കൂടി തെരച്ചിൽ നടത്തിയെങ്കിലും ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടി ഡോഗ് സ്ക്വാഡും മുങ്ങൽ വിദഗ്ധരും നടത്തിയ തിരച്ചിലിൽ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഇന്ന് രാവിലെ വരെ ഇത്ര നേരം വരെ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ 11 മണിയോടുകൂടിയാണ് ചിറ്റൂർ അമ്പാട്ടുപാളയത്തുള്ള 6 വയസ്സുള്ള സുഹാനെ കാണാതായിരിക്കുന്നത്. അനുശ്രീ, പ്രജിത്ത്, ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും സൂചന പോലീസിന് ലഭിക്കുന്നുണ്ടോ? ഈ കുട്ടിയുടെ വീടിന് സമീപത്ത് CCTVകളൊന്നുമില്ല. പക്ഷെ കുറച്ച് അപ്പുറം ഏകദേശം ഒരു 100-200 മീറ്ററും അതിനപ്പുറം മാത്രമാണ് CCTV ഉള്ള സ്ഥലങ്ങളുള്ളത്. പക്ഷെ എന്നാൽ CCTVയിലൊന്നും ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറയുന്നത്. അനുശ്രീ, പ്രജിത്ത്, ഈ വീട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടോ? ആർക്കെങ്കിലും ഒപ്പം കുട്ടി പോയോ? അത്തരത്തിൽ ഇതിനു മുൻപും കുട്ടി ഒറ്റയ്ക്ക് ഇറങ്ങാറുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പരിചയമുള്ള ആർക്കെങ്കിലും ഒപ്പം പോയോ? അങ്ങനെ എന്തെങ്കിലും വിശദീകരണം വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? വീട്ടുകാർ പറയുന്നത് കുട്ടിയെ പിണങ്ങിയാലും സമീപത്ത് 1-2 വീടുകളിൽ മാത്രമാണ് പരിചയമുള്ളത്. അവിടെ പോയി കുറച്ചു നേരം ഇരുന്ന് അവരോടൊപ്പം കളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് കുട്ടി 11-11:30 രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു പോയപ്പോഴും വീട്ടുകാർ ശ്രദ്ധിക്കാതിരുന്നത്. എന്നിട്ട് അതിനുശേഷം ഒരു 12-1 മണി ആയിട്ട് കുട്ടിയെ തിരിച്ചു വരാതായപ്പോഴാണ് വീട്ടുകാർക്ക് പരിഭ്രാന്തരാകുകയും നാട്ടുകാരെയും എല്ലാവരെയും പറഞ്ഞ്
സമീപത്ത് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ എന്നുള്ള തീരുമാനമൊന്നും ഇല്ല അനുസരിച്ച്. പ്രജിത്ത്, ഈ പോലീസ് നായ എത്തിയത് വീടിന് സമീപത്തുള്ള കുളത്തിനടുത്തേക്കാണ്. അങ്ങനെയെങ്കിൽ അവിടെ തിരച്ചിൽ തുടരാനുള്ള സാധ്യതയുണ്ടോ ഇന്ന് രാവിലെ 7:30 കൂടുതൽ മുങ്ങൽ വിദഗ്ധരും ഫയർഫോഴ്സ് ടീമും വന്ന് കുളത്തിൽ തെരച്ചിൽ നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ച്. ശരി, കുട്ടികളുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണം എന്താണ്? കുട്ടി ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നു എന്ന് പറയുന്നുണ്ട് മാതാപിതാക്കൾ. ഇതിനു മുൻപും ഇങ്ങനെ കാണാതാകുന്ന സാഹചര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിന് മുമ്പും അങ്ങനെ കാണാതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്തു പോകും എന്ന് പറഞ്ഞാൽ സമീപത്തുള്ള വീടുകളിൽ പോകുമെന്നാണ്, അല്ലാതെ ദൂരത്തേക്ക് പോവുകയോ കുട്ടിയെ അങ്ങനെ ഇതിനു മുമ്പ് അങ്ങനെ കാണാതാകുകയോ ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, സുഹാന്റെ പിതാവ് വിദേശത്തുമാണ്. അപ്പൊ ഇവിടെ മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മുത്തശ്ശിയും വീട്ടിലെ ഈ വെക്കേഷന് വന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അവരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിണങ്ങി സുഹൈൽ പുറത്തു പോകുന്നതും പിന്നീട് ഇത്ര നേരമായിട്ടും തിരിച്ചു വന്നിട്ടില്ല. പോലീസും നാട്ടുകാരും തിരഞ്ഞ് ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി കൂടിയാണ് സുഹൈൽ എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിഷയം കുറച്ചുകൂടി ഗൗരവതരമായി മാറിയിരിക്കുകയാണല്ലോ പ്രജി. അത് തന്നെ, സംസാരം അത്ര ഫ്ലുവന്റ് അല്ല, ചെറിയ വിക്കലുള്ള സംസാരമാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിസരവാസികളും അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. അത് മാത്രമല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കുട്ടിക്ക്. ആളുകൾ പ്രജിത് കൊങ്ങാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ചിറ്റൂരിലാണ് സംഭവം. കുട്ടിയെ കാണാതായിട്ട് ഇപ്പോൾ 19 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും യാതൊരു വിവരവും കുട്ടിയെപ്പറ്റി ലഭിച്ചിട്ടില്ല. 6 വയസ്സുകാരനെയാണ് കാണാതായിരിക്കുന്നത്. ഇരവങ്കാട് സ്വദേശികളായ മുഹമ്മദ് അനസിന്റെയും സൗഹിദയുടെയും മകനായ സുഹാനെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായിരിക്കുന്നത്. ഇതുവരെ യാതൊരു വിധത്തിലുള്ള വിവരവും ലഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രജിത് കോങ്ങാടാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ CPM സംസ്ഥാന സമിതി യോഗം ഇന്നും നാളെയുമായി ചേരും. പരാജയ കാരണങ്ങൾ കണ്ടെത്താൻ വിശദമായ ചർച്ചകളുണ്ടാകും. തിരുത്തൽ നടപടികളും തീരുമാനിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള, ഭരണവിരുദ്ധ വികാരം, ന്യൂനപക്ഷ വോട്ടുകളുടെ ചോർച്ച എന്നിവ തോൽവിക്ക് എത്രത്തോളം കാരണമായെന്ന പരിശോധനയും നടത്തും. ഇടതുമുന്നണിയുടെ അടിയന്തര യോഗം ഇന്ന് ചേരും. കേന്ദ്ര സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ ചർച്ച ചെയ്യാനാണ് യോഗം. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾ, ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കുടിശ്ശികയായത്, വായ്പാ പരിധി വെട്ടിക്കുറച്ചത് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയായിരിക്കും പ്രക്ഷോഭം. തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായി കൂടിയാണ് പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാവുക. ഇന്നാണ് യോഗം ചേരുന്നത്. എന്തൊക്കെയാകും യോഗത്തിൽ കൂടുതലായി ചർച്ചയാവുക എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇടതുമുന്നണിയുടെ അടിയന്തര യോഗമായിരിക്കും ഇന്ന് ചേരുക. കേന്ദ്ര സർക്കാരിനെതിരായ പ്രക്ഷോഭ പരിപാടികൾ, അതിനെപ്പറ്റിയായിരിക്കും പ്രധാന ചർച്ച എന്ന് വേണം കരുതണമെങ്കിൽ. മറ്റു കാര്യങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾ, ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതം കുടിശ്ശികയായതും വായ്പാ പരിധി വെട്ടിക്കുറച്ചതുമൊക്കെയാണ് ചർച്ചാ വിഷയങ്ങളാകുന്ന മറ്റു കാര്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പ്രതിസന്ധി. ഡിമണിയെ കണ്ടെത്തിയെങ്കിലും സ്വർണ്ണക്കൊള്ളയിൽ ഇയാളുടെ ബന്ധം സ്ഥിരീകരിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇവർ ഹാജരായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ഹാജരാകാതിരുന്നത്. കേന്ദ്ര ഏജൻസിയുടെ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ പുരോഗതി ഹൈക്കോടതി കൃത്യമായി നിരീക്ഷിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. MJ മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, SIT ഇനി ഏത് രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക? ഡിമണിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുമോ? എന്തൊക്കെയാണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, ഗുഡ് മോർണിംഗ്. എന്തായാലും SIT സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയാണുള്ളത്. കാരണം കുറച്ച് സമയങ്ങൾ കൂടി മാത്രമേ, ഇനി ഏകദേശം 2 ആഴ്ചക്കാലം മാത്രമാണ് ഈ ഒരു അന്വേഷണത്തിന് ഉള്ള കാലാവധി എന്ന് പറയുന്നത്. ആ ഒരു സമയപരിധിയാണ് ഹൈക്കോടതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കാൻ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇപ്പോൾ ഡിമണിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ ഡിമണിയും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധങ്ങളുണ്ട് എങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ഒരു വിധത്തിലുമുള്ള തെളിവുകൾ ഇതുവരെ കണ്ടെത്താൻ SIT സംബന്ധിച്ച് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഇതിന്റെ ഭാഗമായി ഉടൻ തന്നെ ഈ ഡിമണി
ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SIT അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ഡി മണിക്ക് ഇത്തരത്തിൽ നോട്ടീസ് നൽകുകയും ചെയ്യും. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഡി മണിയുമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴുമൊക്കെ ഈ വിഷയത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ SITക്ക് കൈമാറി എന്നുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഡി മണി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് താൻ ഈ പറയുന്ന ഡി മണി എന്ന് പറയുന്ന ആളല്ല, തൻ്റെ പേര് അതല്ല എന്നുള്ളതാണ്. ഡി മണിയെ പക്ഷേ തനിക്ക് അറിയാമെന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇയാൾ തന്നെയാണ് ഈ വ്യവസായി പറഞ്ഞ ഡി മണി എന്ന് വ്യവസായിയിൽ നിന്ന് തന്നെ ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് SIT വരികയും ചെയ്തിരുന്നു. പക്ഷേ ഇത് തെളിയിക്കുന്ന തരത്തിൽ, അതായത് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തി അല്ലെങ്കിൽ സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ഈ ഡി മണിക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമാകാൻ SIT സംബന്ധിച്ച് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുകയും ചെയ്യും. മറ്റൊന്ന്, ഇപ്പോഴും ഈ ഡി മണിയുടെ ഈ സാമ്പത്തിക സ്രോതസ്, അതായത് 6 വർഷം മുമ്പ് ഒരു ഓട്ടോക്കാരൻ എന്ന രീതിയിൽ, ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ പാനിപ്പൂരിയും ഒപ്പം തന്നെ ഈ ചോളംപുരിയും ഒക്കെ വിറ്റ് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇടനിലക്കാരൻ എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ ഡി മണി. പക്ഷേ ഈ 6 വർഷം കൊണ്ട് വലിയ വളർച്ചയാണ്, സാമ്പത്തികമായും ഒക്കെ വലിയ വളർച്ചയിലേക്ക് ഈ ഡി മണി എത്തുകയും ചെയ്തു. അതെങ്ങനെയാണ് എന്നുള്ളതാണ്. അതിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചും SIT അന്വേഷണം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ പഞ്ചലോക വിഗ്രഹങ്ങളൊക്കെ കടത്തുന്നതിൽ ഇടനിലക്കാരനായതിൽ നിന്നാണോ ഇങ്ങനെ ഇത്രയും വലിയ സമ്പന്നരായി മാറിയതെന്നടക്കമുള്ള കാര്യങ്ങൾ SIT പരിശോധിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, നേരത്തെ നമുക്കറിയാം 2019 ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള വിജയകുമാറിനെയും ഒപ്പം തന്നെ KT ശങ്കരദാസിനെയും അടക്കം ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് SIT കടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 26-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരുവർക്കും നോട്ടീസ് നൽകിയെങ്കിൽ പോലും തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരുവരും ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മറ്റൊന്ന്, ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരുവരും ഈ ഇത്തരത്തിൽ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനവും SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർക്ക് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് തന്നെ നോട്ടീസ് നൽകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ദിവസവും ഹാജരാകാൻ ഇവർ തയ്യാറായില്ല എങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് 2019 ഭരണസമിതി അംഗങ്ങളിൽ A. പത്മകുമാർ പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്നു. A. പത്മകുമാർ ഇപ്പോൾ ജയിലിലാണ്. ഈ വിഷയത്തിൽ അന്ന് ഇവർക്ക് യാതൊരുവിധ പങ്കുമില്ല, A. പത്മകുമാറാണ് എല്ലാം ചെയ്തതെന്ന രീതിയിലുള്ള മൊഴിയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ നൽകുകയും ചെയ്തത്. പക്ഷേ അത് വിശ്വാസത്തിൽ എങ്ങനെ എടുക്കാൻ സാധിക്കുമെന്നുള്ള ചില സംശയങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇവരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരുടെ ബന്ധമടക്കം ഒപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൽ ഇവരുടെ പങ്കടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രസിഡന്റിന് മാത്രം ഒറ്റയ്ക്ക് തീരുമാനം കൈക്കൊള്ളാനാകുമോ എന്നുള്ള സംശയമായിരുന്നു കോടതി അടക്കം ചോദിക്കുകയും ചെയ്തത്. അതിൽ നിന്നാണ് SIT വീണ്ടും ഇവർക്കെതിരെ കൂടി, പ്രത്യേകിച്ച് നമുക്കറിയാം പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണമുണ്ട്, രാഷ്ട്രീയമായി വലിയ സമ്മർദ്ദം SITക്ക് മേലുണ്ട്. 2 IPS ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിൽ 2 IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ SITക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെയുള്ള നടപടികൾ തുടർന്നു കൊണ്ടുപോയാൽ അവരുടെ പേര് വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനൊക്കെ പരസ്യമായി പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് പോലും വലിയ തിരിച്ചടി ഏൽക്കേണ്ടി വരും, വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, 2 ആഴ്ച കാലാവധി മാത്രമാണ് ഇനി ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. നിലവിൽ ഇതുവരെയും ഈ തൊണ്ടി മുതലടക്കം കണ്ടെത്താൻ നിലവിലെ അന്വേഷണ സമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ കേസിൻ്റെ ബന്ധപ്പെട്ട് രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ED ഇതിനോടകം തന്നെ ഇതിൻ്റെ രേഖകളൊക്കെ ശേഖരിച്ചു വരികയാണ്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം EDയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒപ്പം പ്രതിപക്ഷവും BJPയും
ആവശ്യപ്പെടുന്ന ഇത് ഒരു കേന്ദ്ര ഏജൻസി കൊണ്ട്, അതായത് ഒരു CBI അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു നിലപാടിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധ്യതകളിലേക്കോ പോയാൽ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം, അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതുവരെയും A. പത്മകുമാറിനെതിരെയോ അല്ലെങ്കിൽ മറ്റംഗങ്ങൾക്കെതിരെയോ ഒന്നും തന്നെ ഒരു കടുത്ത നടപടികളിലേക്ക് CPM ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ വിഷയത്തിൽ അതായത് കോടതിയുടെ നിലപാടുകൾ വരട്ടെ, SIT അന്വേഷണം പൂർത്തിയാകട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും CPM നേതൃത്വം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ SIT അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുന്നു. ഡിമണിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പിടിവിടാതെ അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തെ വിടാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ തുമ്പ് ലഭിച്ചാൽ അത് അന്വേഷണത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്യും. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ്. എന്തായാലും ഇന്ന് തന്നെ ഡിമണിയെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് SIT നോട്ടീസ് നൽകും. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിട്ടുള്ള വിജയകുമാറിനും KT ശങ്കരദാസിനും സമാനമായ രീതിയിൽ നോട്ടീസ് നൽകുകയും ചെയ്യും. അനുസരി മിഥുൻ, ഈ ഡിമണി ആരാണെന്ന് കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇപ്പോൾ SITയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോഴും ഡിമണി പറയുന്നത് സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ളതുമാണ്. അങ്ങനെയെങ്കിൽ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അടക്കം ഈ സംഘം ലക്ഷ്യം വെച്ചിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഡിമണി മറ്റേതെങ്കിലും വിഗ്രഹക്കടത്ത് സംഘവുമായി ചേർന്ന് മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ വിഗ്രഹം കടത്താനുള്ള ഗൂഢാലോചന നടത്തിയിരുന്നോ? അത്തരത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായും അത്തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും തന്നെ ആ ഒരു അന്വേഷണത്തിലേക്ക് ഉടൻ കടക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള തുമ്പുകൾ ലഭ്യമാകണം. അതിൽ ഡിമണിക്ക് എങ്ങനെയാണ് ബന്ധമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് ഇതിൽ ഇടനിലക്കാരനായി മാറിയത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇയാൾക്ക് എത്ര കാലമായി ബന്ധമുണ്ട്, ഇവർ തമ്മിൽ ഏതൊക്കെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തമായ ചിത്രം ലഭ്യമാകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ MD പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ബെല്ലാലിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധനും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും, ഇവർ 3 പേരും നടത്തിയ വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായി തന്നെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു ഗൂഢാലോചന നടത്തിയതിൻ്റെ ഭാഗമായാണ് ഈ സ്വർണ്ണപ്പാളികളൊക്കെ കടത്തുകയും ചെയ്തതെന്നുള്ളൊരു പ്രാഥമിക നിഗമനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് 15 വർഷക്കാലമായി പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അടുത്ത സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത്. ഏകദേശം 6 മാസക്കാലം മുമ്പ് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചുമാറ്റുന്നതിന് മുമ്പ് 6 മാസക്കാലം മുമ്പ് ഇതിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നുള്ള ഒരു കണ്ടെത്തൽ SITക്ക് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക മൊഴികളും SITക്ക് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് കേന്ദ്രീകരിച്ച്, അതായത് ഇത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഇവർ ഉറപ്പിച്ചു നിൽക്കുന്നത് തങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ഇടപെടലും ഞങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഈ ഗോവർദ്ധൻ്റെ പക്കൽ നിന്നും ഏകദേശം 400-ലധികം ഗ്രാം സ്വർണം പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ഇത് ഈ തൊണ്ടിമുതലല്ല എന്നുള്ളതാണ്. അതായത് ശബരിമലയിൽ നിന്ന് കാണാതെ പോയ ഈ സ്വർണ്ണമല്ല ഗോവർദ്ധൻ്റെ പക്കൽ നിന്നും പിടിച്ചെടുത്തത്. അന്ന് SIT തന്നെ ഭീഷണിപ്പെടുത്തി തന്നെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ സ്വർണം തൻ്റെ പക്കൽ നിന്ന് പോയത്. ഏകദേശം 80 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണ ഉരുപ്പടികളാണ് തൻ്റെ പക്കൽ നിന്നും SIT കൈക്കലാക്കുകയും ചെയ്ത് തന്നോട് അന്ന് പറഞ്ഞത് ഈ കേസിൻ്റെ ഭാഗമായി ഇവ കൊണ്ടുപോകുന്നതായിരുന്നു. പക്ഷേ പിന്നീട് അത് തന്നെ കുരുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി SITയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവർ ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പല കാര്യങ്ങളും, അതായത് ഈ കുറ്റം സമ്മതിക്കടക്കമുള്ള കാര്യങ്ങളിൽ പല ഭീഷണിയും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗോവർദ്ധൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്കാണ്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഉടൻ തന്നെ നൽകണമെന്ന് SITക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവധിക്കാലം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരിക. ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കും, അതായത് ഗോവർദ്ധൻ പശ്ചാത്താപ എന്ന രീതിയിൽ 10 പവൻ സ്വർണ്ണാഭരണം ശബരിമലയിൽ നൽകിയിരുന്നു. ഈ സ്വർണം നൽകുന്നത് 2020-ലായിരുന്നു. ഇതടക്കം മഹസറിലടക്കം രേഖപ്പെടുത്താത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതായത് ഈ സ്വർണം അടക്കം സാധാരണഗതിയിൽ ഒരു ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇങ്ങനെ ഉരുപ്പടികൾ ലഭ്യമാകുമ്പോൾ, അതും വലിയ മൂല്യമുള്ള വസ്തുക്കൾ ശബരിമലയോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലോ ലഭ്യമാകുമ്പോൾ അത് മഹസറിൽ രേഖപ്പെടുത്തുക, പിന്നീട് അത് തിരുവാഭരണ കമ്മീഷന് കൈമാറുക, അത് ലോക്കറിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതാണ് ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, അതാണ് ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്
ഈ ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നതിന് ഏകദേശം 2 മാസം മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ ഈ സ്വർണത്തിൻ്റെ കാര്യങ്ങൾ കൂടി മഹസറിലടക്കം രേഖപ്പെടുത്തിയെന്നുള്ളത് തന്നെ. അതായത് അത് വെളിവാകുന്നത് അത്രത്തോളം ബന്ധം ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമല ഭരണസമിതിയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ തന്നെയായിരുന്നു ഈ ഗോവർദ്ധനം നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ലഭ്യമായിരിക്കുന്നു. ഒപ്പം തന്നെ ഈ കാലയളവിൽ ഏകദേശം 1.5 കോടിയിലധികം രൂപ അന്നദാനത്തിനും മറ്റ് കാര്യങ്ങൾക്കുമൊക്കെയായി ഗോവർദ്ധൻ നൽകിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ചില രേഖകളടക്കം ഹൈക്കോടതിയിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരും. ഈ വിഷയത്തിൽ ഇനി എന്ത് നടപടികളായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നുള്ളത് ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഈ ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഈ അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഒക്കെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് ഈ കേസ് എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ രൂക്ഷമായ വിമർശനവും വലിയ സംശയങ്ങളും ഒക്കെ കോടതി പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അത് സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തുക എന്നുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് SIT സംബന്ധിച്ചുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള തെളിവുകൾ ഈ ഡിമണിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ തൊണ്ടി മുതൽ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടോ ഒന്നും തന്നെ SIT കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇനി മുന്നോട്ട് പോകുന്നത്. മിഥുൻ, അതുപോലെ തന്നെ ഈ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘത്തിന്റെ ഈ സ്വർണ്ണക്കടത്തിലുള്ള അവരുടെ ഒരു റോള് അതിലേക്ക് അന്താരാഷ്ട്ര വിഗ്രഹകടത്ത് സംഘത്തിലേക്ക് കടക്കാൻ SITക്കുള്ള ഒരു താക്കോൽ തന്നെയാണ് ഈ ഡിമണി എന്ന് പറയുന്നത്. ഈ രണ്ടാമത് നടക്കുന്ന ചോദ്യം ചെയ്യലിലും ഡിമണി ആരോപണങ്ങളൊക്കെ തള്ളുകയാണെങ്കിൽ SITയുടെ ഇനി മുന്നോട്ടുള്ള SITയുടെ നീക്കം അതെങ്ങനെയായിരിക്കും? ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ടീമുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ വേണം അനുശ്രീ. അതായത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡി മണി എന്ന് പറയുന്ന ആൾ തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ പണമടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ ഇത്തരത്തിൽ ഡി മണിക്ക് കൈമാറിയെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച ആ വ്യവസായി ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി മണിയിലേക്കും ഒപ്പം തന്നെ പിന്നാലെ ഈ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ഡി മണിയെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ആവർത്തിച്ച് ഡി മണി വരെ തന്നെ വ്യക്തമാക്കി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡീലുമായി ബന്ധപ്പെട്ടോ തനിക്ക് യാതൊരുവിധ അറിവുമില്ല, അല്ലെങ്കിൽ തൻ്റെ മുൻകാല കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു വിഷയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസുമോ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തരത്തിലുമുള്ള കേസുകൾ തനിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാമെന്ന നിലപാടിൽ തന്നെ ഡി മണി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെയായിരുന്നു നേരത്തെ ഗോവർദ്ധനും നിലപാട് ഉറച്ചു നിന്നത്. തനിക്ക് ഈ വിഷയത്തിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന രീതിയിലായിരുന്നു. പക്ഷേ ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നാലെ SIT ഇവരുടെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് ഡി മണിയുടെ ബന്ധം അല്ലെങ്കിൽ ഡി മണി തന്നെയാണോ ഇതിൽ ഇടനില നിന്നിട്ടുള്ളത്, ഇതിനു മുമ്പ് ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്ന് ഇങ്ങനെ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ടോ, അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കൂടി പ്രത്യേക അന്വേഷണം നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരത്ത് പണി തുടങ്ങി BJP. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന് കുടിയിറക്കൽ നോട്ടീസ് നൽകി കൗൺസിലർ R ശ്രീലേഖ. നഗരസഭയുടെ കെട്ടിടമാണെന്നും ഉടൻ ഒഴിയണമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത്. എന്നാൽ 10 മാസം കാലാവധി ബാക്കിയുണ്ടെന്നും ഒഴിയില്ലെന്നും VK പ്രശാന്ത് വ്യക്തമാക്കി. VV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, അധികാരത്തിലേറിയപ്പോൾ തന്നെ BJP നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. VK പ്രശാന്ത് ആണെങ്കിൽ കെട്ടിടം ഒഴിയില്ല എന്നുള്ള മറുപടിയാണ് നൽകിയിരിക്കുന്നത്. എന്തായിരിക്കും ഇനി BJPയുടെ നീക്കം? അനുശ്രീ, VK പ്രശാന്ത് MLA, വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത് ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷന്റെ നഗരസഭയുടെ കെട്ടിടത്തിലാണ്. വാടകയ്ക്കാണ് ആ കെട്ടിടം പ്രശാന്ത് MLA ഓഫീസായി ഉപയോഗിക്കുന്നത്. ആദ്യ തവണ MLA ആയത് മുതൽ അവിടെയാണ് പ്രശാന്തിന്റെ ഓഫീസ് ഉള്ളത്. അത് ഇപ്പോൾ ഒഴിയണമെന്നാണ് വാർഡ് കൗൺസിലർ R ശ്രീലേഖയുടെ ആവശ്യം. ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ശ്രീലേഖയുടെ ആവശ്യം. ശ്രീലേഖ ഇന്നലെ രാവിലെയാണ് പ്രശാന്തിനെ ഫോണിൽ വിളിച്ച് കെട്ടിടം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടത്. അവിടെ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കേണ്ടതുണ്ട്. നേരത്തെ കൗൺസിലർ ഓഫീസ് അവിടെ തന്നെയാണ് പ്രവർത്തിച്ചത്. നേരത്തെ BJPയുടെ കൗൺസിലർ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോഴും മറ്റു റൂമിൽ കൗൺസിലറിന്റെ ഓഫീസും MLAയുടെ ഓഫീസ്
മറ്റൊരു മുറിയിലുമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഇപ്പോൾ അത് ഒഴിയണമെന്നാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10 മാസത്തെ കൂടി നൽകണമെന്ന് നേരത്തെ തന്നെ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു. 10 മാസം മുമ്പ് തന്നെ ഈ ടേം മുഴുവൻ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് പ്രശാന്ത് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒഴിയാൻ ഇപ്പോൾ തീരുമാനമെടുത്തില്ലെന്നാണ് പ്രശാന്തിന്റെ നിലപാട്. പക്ഷേ അത് ഒഴിഞ്ഞേ മതിയാകൂ എന്ന നിലപാടിൽ ശ്രീലേഖൻ തുടരുകയാണ്. അങ്ങനെ ഒഴിപ്പിക്കൂ എന്ന മറുപടിയാണ് പ്രശാന്ത് നൽകിയത്. ഏതായാലും നഗരസഭാ ഭരണത്തിൽ BJP വന്ന് ആദ്യത്തെ പ്രധാനപ്പെട്ട നീക്കങ്ങളൊന്നായി ഇത് കാണേണ്ടതുണ്ട്. സ്ഥല MLAയുടെ ഓഫീസ് തന്നെ ഒഴിപ്പിക്കാനാണ് കൗൺസിലർ ശ്രീലേഖയുടെ ശ്രമം. അരുൺ, അതുപോലെ ഇനിയും 10 മാസം കാലാവധി ബാക്കിയുണ്ടെന്ന് പറയുമ്പോൾ ഇനി BJPയുടെ നീക്കം അത് ശ്രദ്ധേയമായി മാറുകയല്ലേ? തീർച്ചയായിട്ടും ഇനി നിയമസഭയുടെ കാലാവധി മെയ് വരെ ഉണ്ട്. ഒരുപക്ഷെ മാർച്ചോടുകൂടി ഇലക്ഷനിലേക്ക് പോയേക്കാം. ആ സമയം മാത്രയും തുടരാൻ ആവശ്യപ്പെട്ടാണ് നേരത്തെ പ്രശാന്ത് 10 മാസം മുമ്പ് തന്നെ നഗരസഭയിൽ കത്ത് നൽകിയത്. അനുവദിക്കുകയും ചെയ്തിരുന്നു. അത് പഴയ ഇടതുമുന്നണിയുടെ നഗരസഭാ കൗൺസിലാണ്. ഇപ്പോൾ പുതിയ കൗൺസിൽ വരുമ്പോൾ സ്വാഭാവികമായും ഒഴിയണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണയും കൗൺസിലറുടെ ഓഫീസും ആ കെട്ടിടത്തിൽ തന്നെ കഴിഞ്ഞ കൗൺസിലും BJPയുടെ കൗൺസിൽ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഇല്ലാതൊരു പ്രശ്നമാണ് ഇപ്പോൾ ശ്രീലേഖ കൗൺസിലായ ശേഷം MLAയോട് ഓഫീസ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത്. ശരി, VV അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണത്തിൽ കടുത്ത ആശങ്ക അറിയിച്ച് മുന്നറിയിപ്പ് നൽകിയും ഇന്ത്യ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ തുടരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇതിനിടെ നുഴഞ്ഞുകയറ്റ ശ്രമത്തിന്റെ പേരിൽ മറ്റൊരു ഇന്ത്യക്കാരനെ കൂടി ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ് കസ്റ്റഡിയിലെടുത്തു. ധാക്കയിൽ വൻ റോഡ് ഷോ നടത്തിയ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാൻ. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലൊരു മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുകയാണ് ബംഗ്ലാദേശിന്. തീർച്ചയായും വലിയ തോതിലുള്ള മുന്നറിയിപ്പ് ഇന്ത്യ ബംഗ്ലാദേശ് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 2 പേർ, ദീപു ചന്ദ്രദാസും അമൃത് മണ്ഡലും, 2 പേരാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത്. രണ്ടും ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഫലമായിട്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായി ബംഗ്ലാദേശിനോട് ചൂണ്ടിക്കാട്ടിയിട്ടും യാതൊരു മറുപടിയും അവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ആ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിൽ ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. വലിയ ആശങ്ക ഈ വിഷയത്തിലുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഹിന്ദു യുവാക്കളുടെ കൊലപാതകങ്ങൾ അത് അങ്ങേയറ്റം ഖേദകരമാണ് എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം. അതുമാത്രമല്ല, ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിൽ വ്യാപകമായ തെറ്റായ പ്രചാരണം നടക്കുന്നു. കാരണം ഈ കലാപത്തിന് പിന്നിൽ ഒക്കെ ഇന്ത്യയാണ് തരത്തിലുള്ള പ്രചാരണം നടക്കുന്നു. അതിന് ഭരണകൂടം തന്നെ മുൻകൈ എടുക്കുന്നു എന്ന ആക്ഷേപം ഇന്ത്യക്കുണ്ട്. നമുക്കറിയാം, ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് നയതന്ത്ര ബന്ധം ഒരുപാടുള്ള ഒരു രാജ്യമാണ്. ഒരുപാട് സഹായങ്ങൾ നമ്മൾ ആ രാജ്യത്തിന് കൊടുക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതൊക്കെ മറന്നുകൊണ്ടുള്ള തരത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ പെരുമാറ്റം എന്നാണ് ഇന്ത്യയുടെ കുറ്റപ്പെടുത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടുകൂടി അതിനെ കാണുന്നത് എന്ന് പറയുമ്പോഴും ഇത് പരിഹരിക്കാൻ, അതായത് ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യം കൂടി ആ തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടയിലാണ് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, നമുക്കറിയാം അവർ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള കേസും മറ്റും ആ രാജ്യത്ത് നടക്കുന്നുണ്ട്. അവർ പറഞ്ഞത് ഈ ബംഗ്ലാദേശ് ഇങ്ങനെ ആയിരുന്നില്ല ഒരു കാരണവശാലും. എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു. പുതിയ മാറ്റം തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചതും ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ മുസ്ലിങ്ങളില്ലാത്ത ആർക്കും ആ രാജ്യത്ത് താമസിക്കാൻ സാധിക്കുന്നില്ല എന്ന വിമർശനം ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇതൊന്നുമല്ല ബംഗ്ലാദേശിൻ്റെ ഭൂതകാലമെന്നും എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നും അവർ ചോദിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട അമൃത് മണ്ഡൽ, ഇയാൾ വലിയ കുറ്റവാളിയാണ് എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ അവിടുത്തെ ഭരണകൂടം പോലീസും മറ്റും നടത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ യുവാവ് കൊലപാതക കേസിലടക്കം പ്രതിയാണ് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെക്കുന്നത്. അമൃത് മണ്ഡലിൽ നിന്ന് പിടികൂടി യുവാവിൽ നിന്നും തോക്കുകൾ കണ്ടെത്തിയതായും മറ്റുമുള്ള ആക്ഷേപം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ലണ്ടനിൽ ഇതുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധ പരിപാടികൾ കൂടി നടക്കുന്ന പശ്ചാത്തലമുണ്ട്. ലണ്ടനിലാണ് ഹിന്ദു വിഭാഗങ്ങൾ അവിടെ വലിയ പ്രകടനവും മറ്റും നടത്തിയത്.
ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുമ്പിലായിരുന്നു ഈ പ്രകടനം ഉണ്ടായിരുന്നത്. അത് ഈ അവിടുത്തെ ന്യൂനപക്ഷ ആക്രമണങ്ങൾ ലോക ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ള വിവരം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളെ കൂടി ഈ വിഷയത്തിൽ ഇടപെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലെ മെയിൻമെൻ സിംഗിൽ ആൾക്കൂട്ടം ഹിന്ദു യുവാവിനെ മർദ്ദിച്ചു കൊല്ലുന്നു. അതിനുശേഷം മറ്റൊരു യുവാവിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അയാളെയും ആൾക്കൂട്ടം അടിച്ചുകൊല്ലുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. ദീപു ചന്ദ്രദാസ് അടക്കമുള്ളവരുടെ മരണം അത് വലിയ തോതിൽ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. അത് മാത്രമല്ല, ഈ കൊലപ്പെടുത്തിയ കൊലയാളികളെ പലരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അവിടെ സർക്കാരിനാകുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, പോലീസ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്നുള്ള ആക്ഷേപവും ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനകം തന്നെ ഈ ഇടക്കാല സർക്കാരിൻ്റെ കാലത്ത് ബംഗ്ലാദേശിൽ ഇപ്പോൾ അധികാരമേറ്റ ഇടക്കാല സർക്കാരിൻ്റെ കാലത്ത് 3000-ഓളം ആക്രമണങ്ങൾ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കണക്ക് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ അനിശ്ചിതാവസ്ഥ കൂടി, ഈ വിഷയങ്ങൾ ഇപ്പോൾ കലാവുമൊക്കെ അവർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥ കൂടി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ അതീവ ഗൗരവതരമായ ഒരു വിഷയത്തെ അതിൻ്റെ അർത്ഥത്തിൽ കാണാൻ അവിടുത്തെ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായി ഇന്ത്യ അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ലോകരാജ്യങ്ങളെ കൂടി ഇതിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അവരുടെ ഇടപെടലും മറ്റും ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരമുള്ള നയതന്ത്ര നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. രഞ്ജിത്ത്, അതുപോലെ തന്നെ ഈ നേതാവ് താരിഖ് റഹ്മാന്റെ മടങ്ങിവരവ്, അദ്ദേഹം നടത്തിയ റോഡ് ഷോ, അദ്ദേഹം ആദ്യമൊക്കെ വിശദീകരിച്ചിരുന്നത് താൻ മാതാവിനെ കാണാനാണ് എത്തിയത്, രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണെന്നൊക്കെയാണ്. ഇപ്പോൾ നടത്തിയ റോഡ് ഷോ പറഞ്ഞു വെക്കുന്നത് സജീവ രാഷ്ട്രീയത്തിലേക്ക് താരിഖ് റഹ്മാൻ തിരിച്ചു വരുന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ഫെബ്രുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അതിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം ഈ ബംഗ്ലാദേശിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലേ? തീർച്ചയായും. അതുമായി ബന്ധപ്പെട്ടും രൺധീർ ജയ്സ്വാൾ, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, ഒരു വിലയിരുത്തൽ നടത്തിയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അമ്മയെ കാണാനാണ് എന്ന് പറഞ്ഞെങ്കിലും 17 വർഷത്തിന് ശേഷമുള്ള താരിഖ് റഹ്മാന്റെ മടങ്ങി വരവിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന അവാമി ലീഗ് ഒരുപക്ഷെ ഇപ്പോൾ ഇവർ അധികാരത്തിൽ വരാനുള്ള പശ്ചാത്തലമൊക്കെ വിദേശ വിദഗ്ധർ അത്തരത്തിൽ ചൂണ്ടിക്കാട്ടുന്നൊരു പശ്ചാത്തലമുണ്ട്. അത്തരം രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത്. സ്ഥിരതയുള്ള സർക്കാരിനെ ജനം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്നത്. ആ താരിഖ് റഹ്മാന്റെ വരവ്, അത് ലണ്ടനിൽ നമുക്കറിയാം 17 വർഷമായി അഭയാർത്ഥിയായി കഴിയുകയായിരുന്നു താരിഖ് റഹ്മാൻ. ഈ താരിഖ് റഹ്മാന്റെ വരവ് ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ത്യ കാണുന്നത് എന്നാണ് രൺധീർ ജയ്സ്വാൾ പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത്. ഒപ്പം അവിടെ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന ആഗ്രഹം ഇന്ത്യക്കുണ്ട് എന്നും രൺധീർ ജയ്സ്വാൾ പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. ഈ താരിഖ് റഹ്മാന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അടക്കമായിരിക്കും താരിഖിന്റെ വരവ് ഉണ്ടാവുക. ഒരു പക്ഷേ പ്രധാനമന്ത്രിയായി തന്നെ താരിഖ് വരാനുള്ള പശ്ചാത്തലവും ഒരുങ്ങുന്നുണ്ട്. നമുക്കറിയാം 17 വർഷമായി താരിഖ് പുറത്ത് വിദേശവാസത്തിൽ, ലണ്ടനിൽ വാസത്തിലായിരുന്നു. അതിനുശേഷം വളരെ പെട്ടെന്നുള്ള ഈ മടങ്ങി വരവിനെയാണ് രാഷ്ട്രീയവുമായി കൂട്ടിച്ചേർത്ത് കാണുന്നത്. അത്രത്തോളം വലിയ പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. തുടർച്ചയായുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ, അതായത് ഇടക്കാല സർക്കാർ ഉണ്ട് എന്ന് പറയുമ്പോഴും സർക്കാർ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ള ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ ബംഗ്ലാദേശ് കടന്നു പോകുമ്പോൾ സ്ഥിരതയുള്ള ഒരു സർക്കാർ അവിടെ അധികാരത്തിൽ വരണമെന്നും കാര്യങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തിക്കണം എന്നുമുള്ള ആഗ്രഹം വലിയ തോതിൽ അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. സ്വാഭാവികമായും താരിഖ് റഹ്മാന്റെ വരവ്, കഴിഞ്ഞ ദിവസം നടത്തിയ വലിയ റാലി താരിഖ് റഹ്മാൻ ധാക്കയിൽ നടത്തിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൻ്റെയും അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്നാണ് വിലയിരുത്തൽ. അനുശ്രീ. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. രാവിലെയിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താം. പുണ്യമായി നിറയാൻ മാത്രം അയ്യപ്പസ്വാമി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വർഷങ്ങൾക്ക് ശേഷം ഭരണം പിടിച്ച തിരുവാലിയിൽ അധ്യക്ഷ സ്ഥാനത്തിനായി ലീഗും കോൺഗ്രസും തമ്മിലടി. അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇരു പാർട്ടികളും വിട്ടുനിന്നതോടെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 2.5 വർഷം പ്രസിഡന്റ് പദവിയെന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് തള്ളിയതാണ് തർക്കത്തിന് കാരണം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു പിന്നാലെ അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ട് ലീഗും കോൺഗ്രസും പരസ്പരം പോരടിച്ചതോടെ വർഷങ്ങൾക്ക് ശേഷം ഭരണം തിരിച്ചുപിടിച്ച തിരുവാലി പഞ്ചായത്തിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 19 സീറ്റുകളുള്ള തിരുവാലി പഞ്ചായത്തിൽ 11 സീറ്റുകളുമായാണ് UDF ഇക്കുറി ഭരണം തിരിച്ചുപിടിച്ചത്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ
പങ്കെടുക്കാതെ ലീഗും കോൺഗ്രസും വിട്ടുനിന്നതോടെ ക്വാറം തികയാതിരുന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. UDF വിജയിച്ച 11-ൽ 7 സീറ്റ് കോൺഗ്രസിനും 4 സീറ്റ് ലീഗിനുമാണ്. മുൻകാലങ്ങളിലെല്ലാം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനായിരുന്നു. എന്നാൽ ഇക്കുറി പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം വീതം പങ്കിടണമെന്ന ലീഗിന്റെ ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 27-ാം തീയതിയായിരുന്നു പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ചട്ടപ്രകാരം നമുക്ക് മൊത്തം കാൻഡിഡേറ്റ്സിൻ്റെ പകുതി, അതായത് 10 പേരെങ്കിലും ഇന്ന് വേണ്ടതായിട്ടുണ്ട്. പക്ഷേ 10 പേര് ഇന്ന് വന്നിട്ടില്ല, 8 പേരെ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അതായത് അടുത്ത വർക്കിംഗ് ഡേയിലായിട്ട് നമ്മൾ തീരുമാനിച്ചു. അതായത് തിങ്കളാഴ്ച ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് നമ്മൾ നടത്തുന്നതാണ്. ഇന്ന് തിരുവാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഹാളിൽ തന്നെ ഇതേ സമയത്ത് തിങ്കളാഴ്ച നടത്തുന്നതാണ്. അതിപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളെ അത് അറിയിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് നടത്തുന്നതാണ്. ലീഗ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ കോൺഗ്രസും എത്തിയില്ല. ഇടതംഗങ്ങളെല്ലാം എത്തിയെങ്കിലും ക്വാറം തികയാത്തതോടെ വരണാധികാരിയായ മഞ്ചേരി BDO ബീന മാണിക്കോത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. LDFന് തിരുവാലിയിൽ 8 സീറ്റുകളാണുള്ളത്. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ലീഗ് കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ പയ്യന്നൂരിൽ സംസ്ഥാനതല കളരിപ്പയറ്റ് പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ മാർഷ്യൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ 4ാമത് പവർ ഫെസ്റ്റാണ് കളരി അഭ്യാസികൾക്ക് അങ്കത്തട്ടൊരുക്കിയത്. കേരളത്തിന്റെ തനത് ആയോധന കലയായ കളരിപ്പയറ്റിന്റെ സംസ്ഥാനതല പ്രദർശന മത്സരമാണ് ഇത്തവണ പവർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നത്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര മൈതാനിയിൽ സജ്ജമാക്കിയ കളരിത്തട്ടിൽ പ്രശസ്ത കളരി സംഘങ്ങൾ അഭ്യാസ മികവ് പ്രദർശിപ്പിച്ചു. വാശിയേറിയ മത്സരത്തിൽ 253 പോയിന്റുകൾ നേടി പയ്യമ്പള്ളി കളരി 1ാം സ്ഥാനവും 244 പോയിന്റുകളോടെ വിശ്വഭാരത് കളരി 2ാം സ്ഥാനവും നേടി. 220.5 പോയിന്റ് നേടിയ ശ്രീദുർഗ കളരിക്കാണ് 3ാം സ്ഥാനം. TI മധുസൂദനൻ MLA മത്സരം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PA സന്തോഷ് സമ്മാനദാനം നിർവഹിച്ചു. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി അനവധി പേരാണ് കളരിഅഭ്യാസം കാണാനെത്തിയത്. ന്യൂസ് 18 പയ്യന്നൂർ. ഗതാഗത കുരുക്ക് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് മുക്കം അഗസ്ത്യമൂഴി അങ്ങാടി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത കടന്നുപോകുന്ന അഗസ്ത്യമൂഴി അങ്ങാടിയിൽ നാട്ടുകാരും യാത്രക്കാരും വലിയ പ്രയാസത്തിലാണ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അഗസ്ത്യമൂഴി അങ്ങാടിയിൽ നിത്യേന ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് മൂലം നാട്ടുകാരും യാത്രക്കാരും ഏറെ പ്രയാസപ്പെടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ കിലോമീറ്ററോളമാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഗതാഗത കുരുക്ക് മൂലം അഗസ്ത്യമൂഴിയിലെ കച്ചവടക്കാർക്ക് കച്ചവടമില്ലാതെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടമില്ലാതെയും പ്രയാസപ്പെടുകയാണ്. ഇവിടെ ഡെയിലി ബ്ലോക്കാണ്. ഇവിടുത്തെ ബ്ലോക്ക് രാവിലെ തുടങ്ങും. രാവിലെ തുടങ്ങി രാത്രി 8 മണി വരെ ബ്ലോക്കാണ്. കാര്യമായിട്ട് ഇവിടെ ഈ ആൽമരാണ് പ്രശ്നം. പിന്നെ വ്യാപാരികളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. കച്ചവടങ്ങളൊന്നുമില്ല. ആദ്യകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി ചായ കുടിക്കാനൊക്കെ ആൾക്കാർ വരും. ഇപ്പോൾ ആൾക്ക് വളരെ പ്രതിസന്ധിയിലാണ്. രാവിലെ തുടങ്ങുന്ന ബ്ലോക്ക് രാത്രി 8 മണി വരെ ബ്ലോക്കാണ്. പിന്നെ ഒരു പരിഹാരം കാണണമെന്നാണ്, എത്രയും പെട്ടെന്ന് കാണണം. അപകടങ്ങളും ഇവിടെ ഫയർ സ്റ്റേഷന്, പോലീസ് സ്റ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി പോകാൻ വളരെ ഇതാണ്. പിന്നെ നാട്ടുകാരെ കടപെട്ട് ഇറങ്ങി തിരിച്ചാണ് ഈ പ്രതിസന്ധി തീർക്കുന്നത്. അതും വളരെ ബുദ്ധിമുട്ടുള്ള കാരണമാണ്. ക്യാൻസിറ്റിയിലേക്ക് രോഗികളെ കൊണ്ട് പെട്ടെന്ന് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ആയിട്ടാണ് അവിടെ രോഗികൾ എത്തുക. ഇപ്പോൾ ഒരു 15 മിനിറ്റോളായി ബസ്സിന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് കൊണ്ട് ഈ അഗസ്ത്യമൂഴി ഇടക്കിടക്ക് ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബസ് ചിലപ്പോൾ മുക്കത്തിന് റൂട്ട് മാറ്റി മാമ്പത്തെ വഴിയായിരിക്കും പോകുന്നത്. അപ്പൊ അഗസ്ത്യമൂഴി നിൽക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി വരും. ചിലപ്പോൾ എമർജൻസി ആയിട്ട് പോകേണ്ട കേസിലൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ അഗസ്ത്യമൂഴി ബ്ലോക്കിന് എന്തെങ്കിലും ഒരു
പതിവേല് വേണം. ബസ്സുകൾ വൈകി എത്തുന്നതും വഴിതിരിച്ചുവിടുന്നതും യാത്രക്കാരെ വലയ്ക്കുന്നു. ഇവിടെ യാത്രക്കാർക്ക് മൊത്തം ബുദ്ധിമുട്ടാണ്, ബസ്സുകാർക്കും ബുദ്ധിമുട്ടാണ്, ഓട്ടോക്കാർക്ക് ബുദ്ധിമുട്ടാണ്, കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതാണ്. ഭരണകൂടം ഇതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. എപ്പോഴും നല്ല ബ്ലോക്കാണ് അവിടെ. ഒരു 30 രൂപേന്റെ ഓട്ടം പോന്നാലും ഇറങ്ങാറാ, ഈ ഡീസൽ തീർന്നു പോകും, അത്രേ ഉള്ളൂ. ബ്ലോക്കർ വമ്പ ബ്ലോക്കാണ്. ഈ മരാണ് ഏറ്റവും ഈ ഏറ്റവും ശാപം. അത് മാറ്റിയാലേ തന്നെ ഇത്രയും ബ്ലോക്ക് മാറുള്ളൂ. ഒരു വീട്ടിൽ തന്നെ നിരന്തരം 5-6 വണ്ടിയുള്ള ഓരോ വീടുകളുണ്ട്. തന്നെ നിരന്തരം ഒരു വീട്ടിൽ തന്നെ 4-5 വണ്ടി പുറത്തിറങ്ങുമ്പോഴുള്ള ടൈറ്റിംഗ് കൂടി. അപ്പൊ ഈ മരം മുറിച്ചാൽ മാത്രമേ ഈ തിരക്ക് നമുക്ക് മാറ്റാൻ സാധിക്കൂ. സംസ്ഥാന പാതയ്ക്ക് നടുവിലുള്ള മരം മുറിച്ചു മാറ്റി റോഡ് വീതി കൂട്ടിയോ ബദൽ ബൈപ്പാസോ ഫ്ലൈ ഓവറോ നിർമ്മിച്ച് ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. വയനാടിന്റെ ജൈവ വൈവിധ്യ ഭൂപടത്തിൽ പ്രധാനമായ പനമരം കൊറ്റില്ലം നാശത്തിന്റെ വക്കിലാണിപ്പോഴുള്ളത്. ഓരോ മഴക്കാലത്തും പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന കൊറ്റില്ലം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. ലക്ഷങ്ങൾ മുടക്കി പണിതു തുടങ്ങിയ ബൈനോക്കുലർ ടവറും വർഷങ്ങളായി അനാഥമായി കിടക്കുന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട താവളമാണ് വയനാട്ടിലെ പനമരം കൊറ്റില്ലം. കബനിപ്പുഴയുടെ കൈവഴികൾ സംഗമിക്കുന്ന ഈ തുരുത്തിൽ ഏഷ്യയിൽ തന്നെ അപൂർവമായി കാണുന്ന കാലിക്കൊക്ക്, ഇടക്കൊക്ക്, ചാരക്കൊക്ക്, ചെറുമുണ്ടി, ചേരക്കോഴികൾ, പാതിരക്കൊക്കുകൾ, ചിന്നമുണ്ടി, കാലിമുണ്ടി, പെരുമുണ്ടി തുടങ്ങി സൈബീരിയൻ കൊക്കുകളടക്കം നിരവധി ഇനങ്ങളാണ് പ്രജനനത്തിനായി എത്തുന്നത്. പക്ഷി നിരീക്ഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പനമരത്തെ ഈ പക്ഷി സങ്കേതം. പക്ഷികൾ കൂടുകൂട്ടാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഇവിടുത്തെ സമൃദ്ധമായ മുളങ്കൂട്ടങ്ങൾ പ്രളയത്തിലും മറ്റുമായി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഒരേക്കറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന കൊറ്റില്ലം ഇപ്പോൾ 50 സെന്റിൽ താഴെയായി ചുരുങ്ങി. വശങ്ങൾ ഇടിഞ്ഞും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടും കൊറ്റില്ലം അപകടാവസ്ഥയിലായിട്ടും സംരക്ഷണ ഭിത്തി കെട്ടാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 2019 സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. 20-ൽ പരം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ വർഷാവർഷം വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2000-ൽ കൂടുതൽ പക്ഷികൾ നിലവിൽ എല്ലാ മെയ് മാസവും വന്ന് ഒരു ഡിസംബർ പകുതിയോടെ ഇവിടുന്ന് പല വേറെ ഭൂഖണ്ഡത്തിലിട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു മെയ്യിൽ ആണ് ഇനി ഈ ദേശാടന പക്ഷികൾ ഈ കുറ്റത്ത് വരുള്ളൂ. കുറ്റയിലത്ത് ഇപ്പോൾ 2 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം കുറ്റില്ലം നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം നമ്മളത് സംരക്ഷിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പനമരം BMCയും ചേർന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 2-3 വർഷം മുന്നേ കുറച്ച് മുളകളും വെച്ചു എന്നല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറേ മുളകളും ഓടകളൊക്കെ വെച്ച് അത് സംരക്ഷിച്ചാൽ മാത്രമേ കൊറ്റില്ലം നിലനിന്ന് പോവുകയുള്ളൂ. കൊറ്റില്ലത്തിന്റെ നാശം ഒരു വശത്ത് തുടരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ ടൂറിസം പദ്ധതികളും അധികൃതർ പാഴാക്കുകയാണ്. പക്ഷികളെ നിരീക്ഷിക്കാനായി പനമരം വലിയ പാലത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച ബൈനോക്കുലർ ടവർ 10 വർഷമായി അനാഥമായി കിടക്കുന്നു. ആദ്യം പണിത കെട്ടിടം അപാകതകൾ മൂലം പൊളിച്ചു നീക്കി രണ്ടാമത് തുടങ്ങിയ നിർമ്മാണം 1-ാം നിലയുടെ വാർപ്പ് കഴിഞ്ഞതോടെ നിലച്ചു. ഇന്ന് ഈ കെട്ടിടം കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഒരു ടവർ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പനമരം പോലീസ് സ്റ്റേഷൻ റോഡിൽ ടൗണിനോട് ചേർന്ന് ഒരു ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അറിയാം, ഇപ്പോഴത്തെ കണക്ക് തന്നെ അതൊരു 60-75 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10 വർഷമായി ഈ കാട് മൂടിക്കിടക്കുന്ന ഈ കെട്ടിടത്തിന് ഇതുവരെ ഒരു പരിപാടി നടത്താനോ അല്ലെങ്കിൽ അതൊരു കാട് നീക്കുവാനോ ഇതിനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർ സാമൂഹ്യ ദ്രോഹികളാണ് ഇതിനകത്ത് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും നിലക്ക് ടവർ ബൈനോക്കുലർ ടവർ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറെ വനപഞ്ചായത്തിനെങ്കിലും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ടൗണിന്റെ പുരോഗതിക്കായ രീതിയിൽ ഈ കെട്ടിടത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലയിലെ ടൂറിസം മേഖലയുടെ തന്നെ അവിഭാജ്യ ഘടകമായ ഈ പക്ഷി സങ്കേതം ഇല്ലാതാകുന്നത് വയനാടിന് നികത്താനാവാത്ത നഷ്ടമാണ്. ദേശാടന പക്ഷികൾക്കായി പ്രകൃതി കാത്തുവെച്ച ഈ വിസ്മയം ഇല്ലാതാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ജൈവ വൈവിധ്യമാണ് പുഴയോട് ചേരുന്നത്. മുൻ MP രാഹുൽ ഗാന്ധി നേരിട്ടെത്തി സംരക്ഷണം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടും നടപടികൾ ഫയലുകളിൽ വിശ്രമിക്കുകയാണ്.
അപൂർവങ്ങളായ ഈ പക്ഷിക്കൂട്ടങ്ങളുടെ നിലനിൽപ്പിനും കൊറ്റില്ലത്തിന്റെ സംരക്ഷണത്തിനും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പനമരത്തിന്റെ അടയാളമായ ഈ പച്ചത്തുരുത്ത് വരും തലമുറയ്ക്ക് മുന്നിൽ വെറും ചരിത്രരേഖകളിൽ മാത്രമായി ഒതുങ്ങും. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം നന്ദൻകോട് സ്വരാജ് ഭവനിൽ തീപിടുത്തം. 2 കാറുകൾ കത്തിനശിച്ചു. അഗ്നിശമന സേന എത്തി തീ അണച്ചു. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, എങ്ങനെയാണ് ഈ തീ പടരുന്ന സാഹചര്യം ഉണ്ടായത്? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, പുലർച്ചെ 5 മണിയോട് കൂടിയായിരുന്നു ഈ തീപിടുത്തം ഉണ്ടായത്. ഉടൻ തന്നെ അഗ്നിശമന സേന എത്തി തീ അണച്ചു. ദൃശ്യങ്ങൾ വ്യക്തമായതുപോലെ തന്നെ 2 കാറുകൾ കത്തി നശിച്ചിട്ടുണ്ട്. നിലവിൽ അതിന്റെ കാരണം വ്യക്തമല്ല. മാത്രമല്ല, ഇത് അടുത്തടുത്ത് നിർത്തിയിട്ട 2 കാറുകളാണ്. ഒരു കാറിൽ തീപിടിച്ച് അത് പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ഷോർട്ട് സർക്യൂട്ട് ആണ് തീയുടെ ഒരു തീപിടിക്കാനുള്ള ഒരു കാരണമെന്നാണ് നിലവിൽ ഫയർഫോഴ്സ് പറയുന്ന കാരണം. പക്ഷേ ഇതിൽ കൃത്യമായ അന്വേഷണം അടക്കം നടത്തേണ്ടതുണ്ട്. കാരണം തീപിടിച്ച സമയമടക്കം നോക്കുകയാണെങ്കിൽ പുലർച്ചെയാണ്. ഇതിലൊരു മറ്റ് ആസൂത്രിതമായ ഒരു തീപിടുത്തമാണോ എന്നടക്കമുള്ള കാര്യം പോലീസും ഫയർഫോഴ്സും അടക്കം പരിശോധിക്കും. നിലവിൽ ഈ ഒരു തീപിടുത്തം തീ അണക്കുകയാണ് ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തിയുടൻ തന്നെ തീ അണക്കുകയും ചെയ്തു. 2 കാറുകൾ പൂർണ്ണമായി കത്തിനശിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ ഇതിന്റെ തീപിടുത്ത കാരണമടക്കം ഫയർഫോഴ്സിന്റെ കൂടുതൽ പരിശോധന അടക്കമേ മനസ്സിലാവുന്നുള്ളൂ. ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ക്രിസ്മസ് ആഘോഷങ്ങളിലും ന്യൂ ഇയർ ആഘോഷങ്ങളിലും തിളങ്ങുകയാണ് ടൂറിസ്റ്റ് കേന്ദ്രമായ ഭൂതത്താൻ കെട്ടിടം. വ്യത്യസ്ത നിറത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് വർണ്ണാഭമായ ഡാം കാണാൻ 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊപ്പം ഒരു വെളിച്ചോത്സവവും. കോതമംഗലത്തെ ടൂറിസ്റ്റ് കേന്ദ്രമായ ഭൂതത്താൻ കെട്ട് ഡാം ലൈറ്റുകളിൽ തിളങ്ങുകയാണ്. വെള്ളി വെളിച്ചത്തിനൊപ്പം തുറന്ന ഷട്ടറുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ കാഴ്ചയും ചേർന്നപ്പോൾ രാത്രിയിൽ ഭൂതത്താൻ കെട്ട് വിസ്മയ കാഴ്ചയാണ്. LED അലങ്കാരങ്ങളുടെ ഈ വർണ്ണ തിളക്കം കാണാൻ സന്ദർശകരുടെ ഒഴുക്കാണ്. സന്ദർശകർ കൂടുതലും കുടുംബസമേതമാണ് എത്തുന്നത്. ഫോട്ടോകളും സെൽഫികളും പകർത്തി അവധി ദിനങ്ങളിലെ രാത്രി ആഘോഷമാക്കുകയാണ് സന്ദർശകർ. ന്യൂസ് 18 കോതമംഗലം. തായ്വാനിലെ തായ്പേയുടെ തെക്ക് കിഴക്കായി 6.7 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം. ഇലാൻ തീരത്ത് 7.0 തീവ്രത രേഖപ്പെടുത്തി. ഇന്നലെ പ്രാദേശിക സമയം രാത്രി 11:05 ഭൂകമ്പം ഉണ്ടായതെന്ന് തായ്വാനിലെ കേന്ദ്ര കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ഇലാൻ കൗണ്ടി ഹാളിൽ നിന്ന് 32.3 കിലോമീറ്റർ കിഴക്കാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ട്രംപുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്കായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി US-ലേക്ക്. ഫ്ലോറിഡയിൽ വെച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് സെലൻസ്കിയെ കാണുന്നത്. കൂടിക്കാഴ്ചയിൽ സമാധാന കരാറിലെ 20 ദിന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യും. ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി നാറ്റോ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി സെലൻസ്കി ചർച്ച നടത്തി. MG മിഥുൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, അതിനിർണായകമായൊരു കൂടിക്കാഴ്ചയാണ്. ഈ 20 ദിന പദ്ധതി നിലവിൽ വരാനുള്ള സാധ്യതയുണ്ടോ? എന്തായിരിക്കും കൂടുതൽ ചർച്ചകൾ ഉൾപ്പെടുന്ന കാര്യങ്ങൾ? അനുശ്രീ, ഈ നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെ കീവിൽ അതിശക്തമായ ആക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച റഷ്യ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതിയെ അട്ടിമറിക്കാൻ യൂറോപ്യൻ യൂണിയനും ഒപ്പം തന്നെ വ്ളാഡിമിർ സെലൻസ്കിയും പദ്ധതി ഇടുന്നു എന്ന് ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ശനിയാഴ്ച മുതൽ തലസ്ഥാന നഗരിയായിട്ടുള്ള കീവിനെ ലക്ഷ്യമിട്ട് റഷ്യയുടെ ആക്രമണം ഉണ്ടാകുന്നത്. വലിയ ആക്രമണമാണ് പലയിടങ്ങളിലും സംഭവിക്കുന്നത്. ഇന്ന് പുലർച്ചെയും സമാനമായ രീതിയിൽ റഷ്യയുടെ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു. ഏകദേശം 40ഓളം മിസൈലുകളും 400-ലധികം ഡ്രോണുകളുമായാണ് ഇത്തരത്തിലൊരു ആക്രമണം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ പലയിടങ്ങളിലും കെട്ടിടങ്ങൾ തകരുകയും ഒപ്പം തന്നെ ഈ ഒരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. 47 വയസ്സുള്ളൊരു വനിതയാണ് കൊല്ലപ്പെട്ടത്. 27 പേർക്ക് ഈ ഒരു ആക്രമണങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സ്ഥിതിവിശേഷം. അതിൽ 2 കുട്ടികളും അടങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു
വരുന്നുണ്ട്. ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ പലയിടങ്ങളിലും വൈദ്യുതി നിലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതിന്റെ ഭാഗമായി പലയിടങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഈ ആക്രമണങ്ങളുടെ മുന്നോടിയായി, അതായത് വ്യോമപ്രതിരോധ സംവിധാനമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും തന്നെ നഗരത്തിന്റെ പലയിടങ്ങളിലും മിസൈലുകളും ഒപ്പം തന്നെ ഡ്രോണുകളും വന്ന് പതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ഈ ഡ്രോണുകളും ഒപ്പം തന്നെ മിസൈലുകളിലും ലോഞ്ച് ചെയ്തത് ഡിറ്റക്ട് ചെയ്തതിനെ തുടർന്ന് ഈ ബങ്കറുകളിലും ഒക്കെ അഭയം തേടാൻ സൈന്യം കർശനമായ നിർദ്ദേശം അവിടുത്തെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി സൈറൻ മുഴങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ ബങ്കറുകൾ ജനങ്ങൾ അഭയം തേടുകയും ചെയ്തിരുന്നു. പക്ഷേ പലയിടങ്ങളിലേക്കും, അതായത് ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും തിരിച്ചറിയാനാകാത്ത തരത്തിൽ ആ റഡാറുകളെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഇത്തരത്തിൽ മിസൈലുകൾ വന്ന് പതുക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന ഈ ആക്രമണം വലിയ രീതിയിൽ കീവിനെ ലക്ഷ്യമാക്കി തുടരുന്നൊരു രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അല്പസമയത്തിന് മുമ്പ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഒരു പ്രതികരണം വരികയും ചെയ്തു. അതായത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇത്തരത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല, ഈ സമാധാന ചർച്ചകൾക്ക് ഒരു തരത്തിലും റഷ്യ തയ്യാറല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ആക്രമണങ്ങൾ അതിനെ തന്നെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുള്ളത് തന്നെയാണ് സെലൻസ്കി ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് ഫ്ലോറിഡയിലാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകൾ നടക്കുന്നത്. അടുത്ത മാസം ജനുവരി 2-ാം വാരത്തോടു കൂടി ഇത്തരത്തിൽ ഒരു സമാധാനത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള മധ്യസ്ഥ ചർച്ചകൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. 20 ദിന കരാറിലെ ചില വ്യവസ്ഥകളുണ്ട്. അതിൽ കൂടുതൽ നമുക്കറിയാം, നേരത്തെ റഷ്യയ്ക്ക് അനുകൂലമായ രീതിയിലാണ് ഇത്തരത്തിൽ ഈ പദ്ധതികൾ മുന്നോട്ട് വെച്ചിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ വിഭാവനം ചെയ്തതെന്നുള്ള ആരോപണവുമായി യൂറോപ്യൻ യൂണിയൻ അടക്കവും ഒപ്പം തന്നെ വ്ളാഡിമിർ സെലൻസ്കിയും ഒക്കെ രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ പിന്നീട് ഇതിനോട് അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു പ്രതികരണം വ്ളാഡിമിർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതായത് സമാധാനം പുലരുന്നതിന് വേണ്ടിയുള്ള ഏത് നടപടിയും സ്വാഗതം ചെയ്യുന്നുവെന്ന് ഈ ട്രംപ് മുന്നോട്ട് വെച്ച ഈ പദ്ധതി അനുകൂലിച്ചുകൊണ്ട് സെലൻസ്കി തന്നെ രംഗത്ത് വരികയും ചെയ്തൊരു പശ്ചാത്തലം. പിന്നാലെ ഈ ഒരു വിഷയത്തിൽ റഷ്യ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതായത് ഏതൊരു വിഷയത്തിലും, അതായത് ഒരു സമാധാനമോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ വ്ളാഡിമിർ പുടിന്റെ വാക്കായിരിക്കും അവസാന വാക്ക് എന്ന് റഷ്യ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. മധ്യസ്ഥ ചർച്ചകൾക്കായി വ്ളാഡിമിർ സെലൻസ്കി ഇന്ന് ഫ്ലോറിഡയിലെത്തും. വൈകിട്ടായിരിക്കും, ഒരുപക്ഷെ ഇന്ത്യൻ സമയം വൈകിട്ടോടു കൂടിയായിരിക്കും ഈ ഒരു ചർച്ചകൾക്ക് തുടക്കമാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെ വിഷയത്തിൽ, അതായത് ചില വിഷയങ്ങളിൽ ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതികളിൽ ചില കാര്യങ്ങളിൽ ചില വിയോജിപ്പ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ആ കാര്യങ്ങളിലൊക്കെ ഇന്നൊരു ചർച്ച ചെയ്ത തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കല്ലുകടിയായി ഇപ്പോഴുണ്ടായിരിക്കുന്ന റഷ്യയുടെ ആക്രമണങ്ങളൊക്കെ ഏത് തരത്തിലായിരിക്കും ഈ ഒരു സമാധാന ചർച്ചകളെ ബാധിക്കാൻ പോകുന്നതെന്നും കൂടി കണ്ടറിയിട്ടിരിക്കുന്നു. അനുസരി ശരി, MG മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഗാസയിൽ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ 2-ാം ഘട്ട ചർച്ചയ്ക്കായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നാളെ അമേരിക്കയിലേക്ക്. വെടിനിർത്തൽ കരാറിന്റെ 2-ാം ഘട്ടം സംബന്ധിച്ച നിർണായക ചർച്ചയ്ക്കാണ് അമേരിക്കയിലെ ഫ്ലോറിഡ വേദിയാകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ചർച്ചയെ ആശ്രയിച്ചാകും ഗാസ വെടിനിർത്തലിന്റെ തുടർ നീക്കങ്ങൾ. ജനുവരിയിൽ 2-ാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വരണമെന്ന നിലപാടിൽ തന്നെയാണ് അമേരിക്ക. എന്നാൽ ഗാസയിലെ ഇടക്കാല സർക്കാർ, അന്താരാഷ്ട്ര സേനാ വിന്യാസം, ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ വ്യക്തത രൂപപ്പെടുത്താൻ ഇനിയുമായിട്ടില്ല. ഇന്ത്യ ശ്രീലങ്ക വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം പോരാട്ടം ഇന്ന് നടക്കും. കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഇതിനോടകം ആദ്യ 3 മത്സരങ്ങളും ആധികാരികമായി വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. വൈകിട്ട് 7-ന് തുടങ്ങുന്ന മത്സരത്തിലും വിജയം തുടർന്ന് ആധിപത്യം ഉറപ്പിക്കാനാണ് ഹർമൻപ്രീത് കൗറും സംഘവും ലക്ഷ്യമിടുന്നത്. പരമ്പര നഷ്ടമായെങ്കിലും ബാക്കിയുള്ള മത്സരങ്ങളിൽ ജയിച്ച് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് ശ്രീലങ്കൻ വനിതകൾ. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ ചന്ദ്രഹാസന്റെയും ദീപ്തിയുടെയും മകൾ അമേയ ഹാസന്റെ പിറന്നാളാണിന്ന്. അമേയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ന്യൂസ് 18ന്റെ പേരിലും. ഹാപ്പി ബർത്ത്ഡേ അമേയ.
തിരുവനന്തപുരം ഐറ്റിയൂർ സ്വദേശിയായ ആദിത്യന്റെ 10ാം പിറന്നാളാണിന്ന്. അച്ഛൻ ഷിബു, അമ്മ ഷിജി, സഹോദരൻ ആരോമൽ എന്നിവരും കുടുംബാംഗങ്ങളുമൊക്കെയാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. ആദിത്യന്റെ കൂട്ടുകാരായ സമ്പത്ത്, സൗഭാഗ്യ എന്നിവരും ആശംസ അറിയിച്ചിട്ടുണ്ട് ആദിത്യന്. ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും ആദിത്യന് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഒരിടവേളയാണ് രാവിലെ ഇനി.